നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം. പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകക്കൂറുകാരുടെയും മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാരുടെയും 2024 ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ആദ്യം ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. എന്നിരുന്നാലും ചെറുതായി ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഏതു പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ കുറച്ച് വൈകിട്ടായിരിക്കും ലഭിക്കുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും പരിമിതമായ സഹകരണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്ക് അത്യധ്വാനം ചെയ്താൽ മാത്രമേ ഉദ്ദേശിച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ജൂലൈ 2024. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മുതിർന്നവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങളും ശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം ശുഭദിനങ്ങൾ എടുക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 8-ാം തീയതിയും 12-ാം തീയതിയും 19-ാം തീയതിയും ശുഭദിനങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 3-ാം തീയതിയും 21-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാണ്. യാത്രകൾക്ക് 1-ാം തീയതിയും 21-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 12-ാം തീയതിയും ശുഭദിനങ്ങളാണ്. കുട്ടികൾ, ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ 1-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാണ്. സേവനങ്ങൾക്ക് 1-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാണ്. പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് 3-ാം തീയതിയും 20-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 7-ാം തീയതിയും 19-ാം തീയതിയും 20-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 1-ാം തീയതിയും 3-ാം തീയതിയും 12-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 6-ാം തീയതിയും 10-ാം തീയതിയും 23-ാം തീയതിയും അശുഭദിനങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 5-ാം തീയതിയും 9-ാം തീയതിയും 17-ാം തീയതിയും അശുഭങ്ങളാണ്. യാത്രകൾക്ക് 10-ാം തീയതിയും 18-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാണ്. വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 6-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. കുട്ടികൾക്ക് ഊഹക്കച്ചവടങ്ങൾക്ക് 6-ാം തീയതിയും 15-ാം തീയതിയും 17-ാം തീയതിയും അശുഭങ്ങളാണ്. സേവനങ്ങൾക്ക് 14-ാം തീയതിയും 15-ാം തീയതിയും 26-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് 15-ാം തീയതിയും 23-ാം തീയതിയും 24-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും 23-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 14-ാം തീയതിയും 15-ാം തീയതിയും 26-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇനി മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ 2024 ജൂലൈ മാസഫലങ്ങൾ പരിശോധിക്കാം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിട്ടുമാറാത്ത അസുഖം വല്ലതും ഉണ്ടെങ്കിൽ പ്രത്യേകം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ വളരെ പരിമിതമായി മാത്രമേ ലഭിക്കുകയുള്ളൂ. പല കാര്യങ്ങളിലുമുള്ള കാലതാമസം വെല്ലുവിളികളായേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരവരുടെ ബിസിനസ്സിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കാരണം മറ്റുള്ളവരുമായി കടുത്ത മത്സരം അഭിമുഖീകരിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് പഠനകാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾക്ക് ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അധ്യാപകരിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം ലഭിക്കുന്ന സമയമാണ്. ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 10-ാം തീയതിയും 14-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാണ്.
സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 5-ാം തീയതിയും 23-ാം തീയതിയും 24-ാം തീയതിയും ശുഭദിനങ്ങളാണ്. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് 3-ാം തീയതിയും 23-ാം തീയതിയും 24-ാം തീയതിയും ശുഭദിനങ്ങളാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 3-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും ശുഭദിനങ്ങളാണ്. കുട്ടികൾ, ഊഹക്കച്ചവടങ്ങൾ എന്നിവയ്ക്കൊക്കെ 3-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാണ്. സേവനങ്ങൾക്ക് 21-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാണ്. പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് 6-ാം തീയതിയും 22-ാം തീയതിയും 24-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 10-ാം തീയതിയും 21-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 3-ാം തീയതിയും 6-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 7-ാം തീയതിയും 12-ാം തീയതിയും 18-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കും മറ്റും 7-ാം തീയതിയും 19-ാം തീയതിയും 20-ാം തീയതിയും അശുഭദിനങ്ങളാണ്. യാത്രകൾക്ക് 12-ാം തീയതിയും 20-ാം തീയതിയും 26-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 7-ാം തീയതിയും 8-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാണ്. കുട്ടികൾ, ഊഹക്കച്ചവടങ്ങൾ എന്നിവയ്ക്ക് 8-ാം തീയതിയും 17-ാം തീയതിയും 19-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 1-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാണ്. പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും 26-ാം തീയതിയും അശുഭങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 19-ാം തീയതിയും 20-ാം തീയതിയും 26-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 1-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും 2024 ജൂലൈ മാസം ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.